രാവിലത്തെ കുറേ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് താമസിച്ചു പോയി എഴുന്നേക്കാൻ. നേരത്തെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ അതുവഴി ഗ്രില്ല് വഴി പുറത്ത് നോക്കിയപ്പം നമ്മുടെ മാങ്ങ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതേ പത്രവും വന്നു, പാലും വന്നേ. അങ്ങനെ നമ്മളിതേ മുറ്റത്തിറങ്ങി നോക്കിയിട്ടുണ്ട്. വീണതാണ്, ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള മാങ്ങയും കൂടെ പറിച്ചെടുക്കണം. ഒരുപാട് മാങ്ങയൊന്നും പിടിച്ചിട്ടില്ല. ഇത്തവണ ഒരു 10-15 മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മാങ്ങ പിടിക്കുന്നത്. മുറ്റത്തൊക്കെ ആളും ആരവങ്ങളും വണ്ടികളും എല്ലാം കുറവാണ്. എല്ലാവരും ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ചൂട് കാരണം രാത്രി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉറങ്ങാനേ പറ്റത്തില്ല. ഈയൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ചോല തോന്നും കേട്ടോ. അപ്പോൾ ദേ എൻ്റെ പുതിനയൊക്കെ കുറച്ച് സെറ്റായിട്ട് വരുന്നുള്ളൂ. ഇന്നത്തേക്ക് ആമ്പലിനകത്ത് നല്ല വയലറ്റ് ആമ്പലിൽ മുട്ടക്കം ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ കത്തിച്ചു. നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത് വൈകിട്ടാണ്. രാവിലെ ഈ കാമാക്ഷി വിളക്ക് മാത്രമേ കത്തിക്കാറുള്ളേ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതേ ഈ കുഞ്ഞൂസിനെ തുറക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് എന്നും ഈ ഒരു കൂട്ടിനകത്ത് കിടക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ അവൾ ഇച്ചിരി നീളം വെച്ച് പോയോണ്ടേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാത്രി തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വല്ല പട്ടിയോ എന്തെങ്കിലും പിടിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി വിടാറില്ല. ഈ ഒരു കൂട്ടിനകത്ത് തന്നെ ആക്കി വെക്കുന്നത്. എന്നോടുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം നോക്കുന്നു. ഇനി പുറത്ത് പോയി 1 ബാത്റൂമും 2 ബാത്റൂമൊക്കെ പോയിട്ട് കയറി വരും. പിന്നെ എന്നും രാവിലെ പോയി കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയൊരു പരിപാടിയാണ്, കുറച്ച് പുല്ലൊക്കെ കടിച്ചു തരും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം കൂടി മുറ്റത്ത് ഇറങ്ങി. ഇപ്പം നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് എന്തായാലും ബാക്കിയുള്ള മാങ്ങയും കൂടി പറിച്ച് വെക്കണേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കിടന്നിട്ട് പോയ ഷീറ്റൊക്കെ ഒന്ന് ചുളിവൊക്കെ മാറ്റി ഒന്ന് നേരെ നൂത്തൊക്കെ വിരിച്ച് തലേണയൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിട്ടാണ് ഇനി അടുക്കളയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി കുറച്ച് രാമച്ചം ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേര് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് രാമച്ചത്തിൻ്റെ വെള്ളമോട്ട് കുടിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കളയത്തില്ല. കുളിക്കാൻ നേരമൊക്കെ ആ ഒരു ഇത് രാമച്ചം ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് രാവിലെ തന്നെ നേരെ കളിയിലിനകത്ത് പോവുക. അവിടെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടണം. ഈ ഒരു സമയത്ത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലക്കി ഉണക്കി ഇങ്ങനെ എടുക്കാം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ഒരു പരിപാടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് എനിക്ക് ഗൃഹലക്ഷ്മിയിൽ നിന്ന് സമ്മാനമായിട്ട് കിട്ടിയതാണ്. അങ്ങനെ അതൊക്കെ തുണി അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. പിന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. എന്നും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഈ 1-2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നൊരു പതിവുണ്ടേ. ഇന്നിപ്പം രാവിലെ കിഴങ്ങ് കറിയും ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങും സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുവാണ്. ഇപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. മോള് ക്യാമ്പിന് പോയേക്കുവാണ്. 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളേ. അങ്ങനെ നമ്മളിതേ ഉരുളക്കിഴങ്ങൊക്കെ ചതുര കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുവാണ്. അതുപോലെ തന്നെ സവോളയും കൂടി കട്ട് ചെയ്ത് വെക്കുവാണ്. തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കഴുകാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കഴുകിയിട്ട് അപ്പോൾ സവാള അത്രയും മതിയെന്ന് തോന്നിയതുകൊണ്ട് ആ ഒരെണ്ണം ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും ഒരു തോരനൊക്കെ എടുക്കുമ്പോൾ അതിനെടുക്കാം. പിന്നെ 2 പച്ചമുളകും ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കറിക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി കുക്കറിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള കിഴങ്ങ് കറി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പോലും എത്രയൊക്കെ ഉണ്ടാക്കിയാലും എന്നോട് എപ്പോഴും പറയും, അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വരുന്നില്ല എന്നേ. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ ആ ടേസ്റ്റ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കാറുണ്ട് കേട്ടോ. അതിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ചെയ്യുമ്പം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനും അതേപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കഷ്ടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വഴറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് മാറിയാൽ മാത്രം മതി. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മളിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് വെന്തൊക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം ഗരം മസാല നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇനി കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടൊരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും വലിയ വേവില്ലെങ്കിൽ പോലും 4 വിസിലൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉടച്ച് കിട്ടും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇടിയപ്പം തന്നെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തന്നത് വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഒട്ടിച്ചിരുന്ന വാൾപേപ്പർ വലിച്ച് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം അത് ഫുള്ളും ഇളകി ഇളകി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കാനുണ്ട്. നല്ല ചൂട് വെള്ളം, വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് വേണം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ. ഞാനിപ്പം ഇതിലേക്ക് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് റാഗി പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇടിയപ്പത്തിന് ചെമ്പാ പുട്ടിൻ്റെയൊക്കെ ഒരു ചെമ്പ അരിയുടെയൊക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറ് കിട്ടും. അപ്പോൾ റാഗിപ്പൊടി ഡയറക്റ്റായിട്ട് കഴിക്കാത്തവർക്ക് കുറച്ചായിട്ടെങ്കിലും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അത് അവരുടെ ഉള്ളിൽ പോവുകയും ചെയ്യേ. ഇനി നമ്മളെപ്പോഴും ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോൾ അതിലൊന്നോ രണ്ടോ തുള്ളി നെയ്യും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാനിപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം അത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. മാവൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ആ ഒരു സമയം കൊണ്ട് കരിങ്ങാലിക്ക് വെള്ളം വയ്ക്കുവാണ്. രാമച്ചോട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം പയർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തീർന്നു പോകാറായി. അപ്പം ഞാനിപ്പം പകുതിയല്ല ലാസ്റ്റ് കിടക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്നിട്ടാണ് നമ്മൾ പുതിയത് അതിലേക്ക് തട്ടുന്നത്. ഒരിക്കലും പഴയത് ഇരിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ പുതിയത് അങ്ങനെ തട്ടി വയ്ക്കത്തില്ല. അത് കുറച്ചിരിക്കുന്നെങ്കിൽ അതങ്ങ് മാറ്റും. ഇതിപ്പോൾ എനിക്ക് ഉച്ചക്കലത്തേക്ക് കാത്തോരൻ വെക്കുമ്പം അതിൻ്റെ കൂടെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. അതുപോലെ തന്നെ മുട്ടയും മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അടച്ച് വെക്കുന്ന ട്രേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകിയിട്ടാണ് വെക്കുന്നത്. ഇതിപ്പം അടച്ച് വെക്കുന്ന ട്രേ ഒന്നുമല്ല, എൻ്റെ ഒരു പഴയൊരു കേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 3 മുട്ട അതൊരറ്റത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന പുതിയ മുട്ടയാണ് അതൊരറ്റത്ത് വെക്കുന്നത്. അപ്പം ഇത് ഫുള്ളും ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇത് പഴയതേതാ പുതിയതേതാന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് കൈകാര്യം ചെയ്യുന്നതാകുമ്പോഴാണ് നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നതും പിന്നെ കൺഫ്യൂഷൻ വരുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ആ 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഇടിയപ്പത്തിനുള്ള തേങ്ങ വേണം, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിയാനുള്ള തേങ്ങ വേണം. ഇനി തേങ്ങ തിരുമ്പുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും തേങ്ങ തിരുമ്പുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള വശം ഉണ്ടല്ലോ, ആ വശം വേണം നമ്മൾ ആദ്യം തിരുമിയെടുക്കാനേ. അപ്പോൾ അത് കാണാനും ഭംഗി കാണും. മാത്രമല്ല ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ചുറ്റുപാടുള്ളത് നമ്മളിവിടെ കഴന്നു പോകാമെന്ന് പറയും, ഇളകി പോകുമെന്ന് പറയത്തില്ലേ, അങ്ങനെ ആകത്തില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇടിയപ്പമല്ല ഉണ്ടാക്കുന്നത്, ഇത് വീശപ്പാണ് കേട്ടോ. ഓരോ തട്ടിനകത്തിട്ട് വെക്കുന്നതിന് പകരം ഇതാകുമ്പോൾ പെട്ടെന്ന് മതിയല്ലോ, ആളിന് 2 എണ്ണം തന്നെ കഴിക്കും എന്തായാലും. അങ്ങനെ ആ തട്ടിലേക്ക് കുറച്ച് നല്ലെണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി വേണം നമുക്ക് മാവ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ വീശപ്പം എന്ന് പറയുന്നത്. അതാവുമ്പം ഇതേപോലെ വീശപ്പത്തിൻ്റെ തട്ട് കഴുകാനും എളുപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ട് എടുത്ത് അത് കഴുകിയെടുക്കുക, ആ പടം മെനക്കേടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഓരോ തട്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം എനിക്കൊരു 4 എണ്ണം ഉള്ളതാണ്, ഞങ്ങൾക്കിത് തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി കുട്ടുവത്തിലല്ല ഞാനിത് വെക്കുന്നത്, ഒരു കുത്തുപ്പോണി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു നീളം കുത്തുപ്പോണി എടുത്തിട്ട് അതാണ് ഗ്യാസിൽ വെച്ചേക്കുന്നത്. അതിലാണ് ഈ ഒരു വീശപ്പം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളറാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ നേരത്തെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ചൊരു 6-7 മിനിറ്റ് മതി. തിളച്ച വെള്ളത്തിൽ കുഴച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. 4 വിസിൽ അടുപ്പിച്ചുകൊണ്ട് തന്നെ ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടിങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി തവിക്കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടച്ചും കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഇത്തവണ കറി കഴിച്ചപ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരു പക്ഷേ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു 70% ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇനി നമുക്കിത് തിളച്ച് പോകാൻ പാടില്ല. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി തണുക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകി വന്നോളും. കാരണം ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും ഒക്കെ കുറുകുന്നൊരു ഐറ്റമാണ്. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വാച്ച് അവർ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ 3000 കംപ്ലീറ്റ് ആയി 4000 കംപ്ലീറ്റ് ആയി വരുന്നത്. അങ്ങനത്തെ കുറച്ച് അടമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാങ്ങ ഇങ്ങനെ ഉണക്കി വെച്ചാൽ മീൻകറിക്ക് ഇടാനും അച്ചാറുണ്ടാക്കാനും ഒഴിച്ചുകറി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്.
പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ അലക്കിയ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് അതും വിരിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിഴങ്ങിന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തത്. കാരണം നമ്മളിനി കഴിക്കാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഹസ്ബൻഡ് എത്തിയിട്ടില്ല, ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അപ്പം രാവിലെ ഒരു 10:30 11 മണി ആവാറാകുമ്പോഴേക്കാണ് കേട്ടോ വരുന്നത്. അപ്പം ആ ഒരു സമയത്തേക്കും എന്തായാലും കറിയും ഇടിയപ്പവും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടിരിക്കും. ഇത് നമുക്ക് കടുക് താളിച്ച ഉടനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കണം, ആ ഒരു മണം പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേ ഞാനിവിടെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നത്തെ വിശേഷങ്ങളും പാചകവും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.